ഹലോ. അപ്പം ഞാനെന്തിനങ്ങനെ മുടിയൊക്കെ മുന്നിട്ട് പ്രാന്തിനെ പോലെ ഇരിക്കണമെന്ന് അറിയും. ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്യാൻ പോവാട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി എൻ്റെ മുടി കട്ട് ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ടൈമൊന്നും എൻ്റെ മുടി കട്ട് ചെയ്യാതിരിക്കാറില്ല കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ എൻ്റെ ഈ മുടി കുറച്ച് നീളത്തിൽ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു. കാരണം എൻ്റെ മുടി ഞാൻ സ്മൂത്തണിങ് ചെയ്ത് നീട്ടിയതാട്ടോ. അതിന് മുന്നേ ഇതൊരു ചുരുണ്ട മുടിയായിരുന്നു. അത് മാത്രമല്ല അപ്പം ആ മുടി വളരുന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നീണ്ട മുടി കാണുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിത് ഈ സ്മൂത്തണിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ചുരുണ്ട മുടി ഉണ്ടല്ലോ നീളുമ്പോൾ എത്രത്തോളം നീളുണ്ടെന്ന് കണ്ടിട്ട് എനിക്ക് ഈ ഒരു സംഭവം വെട്ടിക്കളയാനുള്ള മനസ്സ് വന്നില്ല. പക്ഷെ ഇപ്പോൾ സ്മൂത്തണിങ്ങിൻ്റെ എഫക്റ്റ് ഒക്കെ പോയപ്പോൾ എൻ്റെ ആ പഴയ മുടി തിരിച്ചു വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ച് മുടി ഫുള്ളായിട്ട് ചുരുളേണ്ടതിൻ്റെ മുന്നേ ഇതിലൊരു കൊത്തുപണി കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അതെന്താന്ന് വെച്ചാൽ മുടി ചുരുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു കൊത്തുപണി നടത്തിയിട്ട് കാര്യമില്ല, നമുക്കൊന്നും തിരിച്ചറിയില്ല. ചുരുണ്ട മുടി ഉള്ളവർക്ക് അറിയാം സംഭവം. ഇതിൽ ഹെയർ കട്ട് ചെയ്താലും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്താലും പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും തിരിച്ചറിയില്ല ഈ ചുരുണ്ട മുടിയാകുമ്പോൾ. ഇനി കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ മുടി വെട്ടാനൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ മുടി എൻ്റെത് വെട്ടിയിട്ട് ഇതുവരെ വൃത്തിയായിട്ട് തോന്നില്ല. കാര്യമായിട്ട് ഞാൻ ഫ്രണ്ടിലെ മുടിയാണ് വെട്ടി നോക്കാറ്, ബാക്കത്ത് അങ്ങനെ വെട്ടി നോക്കാറില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യണ്ടേ. എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുമ്പോൾ അവരത് നല്ല വൃത്തിക്ക് വരുന്നുണ്ട്. അപ്പം ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടായിട്ട് എൻ്റെ മുടി കട്ട് ചെയ്യാൻ പോണത്. അതിൽ ചെയ്യുന്നത് വൂൾഫ് കട്ടിലാണ് ഈ ഒരു മുടി കട്ട് ചെയ്യണത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് നോക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ അത്രത്തോളം ഷോർട്ട് ആക്കണില്ല ഹെയർ. കാരണം സംഭവം കൊള്ളായാലും വേറെ എവിടെയെങ്കിലും പോയിട്ട് എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓവറായിട്ട് ഷോർട്ടാക്കി ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ വെട്ടുന്നത് മുടി സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിട്ട് ഈ ഒരു മുടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഫസ്റ്റ് എല്ലാ മുടിയും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ തറ്റൊന്ന് വെട്ടി കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു കുറച്ച് അവസാനത്തെ മുടി കുറച്ച് ബാക്കി വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇതേപോലെ തന്നെ സെൻറ്റർ പാർട്ടീഷനിൽ പിന്നെ ഈ മുടി ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ചും കൂടി ആദ്യം വെട്ടിയതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇത് കുറച്ചിട്ട് ഇറക്കം കുറച്ചിട്ട് വെട്ടി കൊടുക്കുക. ദൈവത്തിനറിയാം വെട്ടി കഴിയുമ്പോൾ എന്താവും എന്തോ. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്കും അനിയനൊന്നും ഇങ്ങനെ മുടി വല്ലാതെ വെട്ടി കളയാൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഞാൻ അവരുടെ ഇഷ്ടങ്ങളൊന്നും നോക്കാറില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എപ്പോഴും മുടി വെട്ടാറുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു മുടി ഇത്രത്തോളം ഇറക്കത്തിൽ കിടക്കണ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ വെച്ചതാണ്. അപ്പം ഞാനിത് അവരോടൊന്നും പറയാതെയാണ് വെട്ടണത്. അപ്പം ഇതിപ്പോൾ വെട്ടിക്കൊളായ ഇനി ഞാൻ ഇതിൽ ഇറക്കം കുറയ്ക്കേണ്ടി വരില്ലേ, എന്താവും റിയാക്ഷൻ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കത്തെ സെക്കൻഡ് ലെയർ വെട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മളെ ചെവീൻ്റെ അവിടുന്ന് ഇങ്ങനെ അവിടുന്ന് ഒരു അളവിലെടുത്തിട്ട് ഇതേപോലെ സെൻട്രൽ പാർട്ടീഷനിൽ മുന്നിലേക്ക് എടുത്തിട്ട് ആ ഒരു മുടി ആദ്യം ഇതിന് മുന്നേ വെട്ടിയ ലെയറിനേക്കാളും കുറച്ചുകൂടെ ഇറക്കം കുറച്ചിട്ട് വെട്ടിക്കളയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലെ കുറച്ച് മുടി എടുത്തിട്ട് അതും കൂടെ കുറച്ച് ഇറക്കം കുറച്ചിട്ട് വെട്ടിക്കളയുക. അപ്പോൾ ഇതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ മുടി കേട്ടോ. ഇത് മാത്രമല്ല കുറച്ച് ഞാൻ ഓൾറെഡി കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. എന്താവും എന്തോ. അപ്പോൾ അത് മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ മുടീൻ്റെ ഇറക്കം ഇത്രേ കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഞാൻ വല്ലാതെ ഇറക്കം കുറച്ചിട്ടില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വൂൾ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവം ഒന്നാമത് എൻ്റെ മുടീൻ്റെ കട്ടിങ് കൊണ്ടാണോ ഈ ഒരു സ്ട്രക്ചറും കൊണ്ടാണോ അത് ഞാൻ വല്ലാതെ ഇറക്കം കുറയ്ക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. വലിയ വൂൾ കട്ടൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ഞാൻ മുടി കട്ട് ചെയ്ത പോലെ ഒരു സംഭവമായി. അപ്പോൾ വൂൾ കട്ട് വരണമെങ്കിൽ കുറച്ചും കൂടെ മുടി വെട്ടേണ്ടി വരും. പക്ഷേ അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്നാമത് എൻ്റെ മുടി എൻ്റെ ആദ്യത്തെ മുടീൻ്റെ പോലെ ചുരുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത് എൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം ചീത്തയും കേൾക്കും. പിന്നെ ഞാൻ വല്ലാതെ വെട്ടിയിട്ടില്ല. അപ്പം ഇനി ഞാൻ എങ്ങാനും ഭാവിയിൽ വേറെ വല്ല സംഭവമൊക്കെ മുടിയിൽ ചെയ്യുകയാണെങ്കിൽ, നീട്ടാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വോൾഫ് കട്ട് എവിടെയെങ്കിലും ഇത് അറിയണവരെ കൊണ്ട് പോയി ചെയ്യിപ്പിക്കണം എന്നുണ്ട്. കാരണം എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലിയ വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല. എന്തായാലും ഈ ഒരു സംഭവം ഞാൻ എൻ്റെ അമ്മേനെ കാണിച്ചിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഷോപ്പിൻ്റെ മുന്നിലാട്ടോ ഇനി അമ്മേനെ കൊണ്ട് ഇത് കാണിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം അമ്മേനെ മുന്നിൽ മുടി വെച്ചപ്പോൾ അമ്മയ്ക്ക് സംഭവം മനസ്സിലായില്ല. പിന്നെ അമ്മയ്ക്ക് കത്തിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വട്ട് കടന്നുകൊണ്ട് അമ്മയ്ക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുടി വെട്ടി അമ്മയ്ക്ക് പറ്റില്ല എന്ന്. അനിയൻ പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പം അമ്മേൻ്റെ മാത്രം ചീത്ത ഞാൻ കേട്ടുള്ളൂ. എന്തായാലും ഞാൻ വൂൾഫ് കട്ട് അടിച്ച് മുടി വെട്ടി കൊളാക്കിയ വീഡിയോ ഇത്ര വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേറെ വീഡിയോ പിന്നെ കാണാം. ബൈ ബൈ.